glorious moments. കർത്താവായ യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ. ആരാണ് മൽക്കീസദേക്ക്? എന്താണ് മൽക്കീസദേക്കിന്റെ ക്രമം? പഴയനിയമ ആരാധന ഇസ്രായേലിന്റെ ന്യായപ്രമാണത്തോട് അനുബന്ധിച്ചുള്ള യാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യഹോവയെ ആരാധിക്കുന്ന വിധങ്ങളെ നമുക്ക് മനസ്സിലാകും. അവിടെ നിരന്തര ഹോമയാഗം നമുക്ക് കാണാൻ. രാവിലെയും വൈകിട്ടും 1 വയസ്സ് പ്രായമുള്ള ഓരോ കുഞ്ഞാടിനെ അറുക്കണം. അത് നിർബന്ധമായിട്ട് അറക്കേണ്ടതാണ്. ഈ രാവിലത്തെ യാഗത്തിനും വൈകുന്നേരത്തെ യാഗത്തിനും ഇടയ്ക്കാണ് മറ്റു സ്വമേധായാഗങ്ങൾ, അകൃത്യയാഗങ്ങൾ, പാപയാഗങ്ങൾ ഇസ്രായേൽക്കാർ അർപ്പിക്കുന്ന ആടുകളെയൊക്കെ അർപ്പിക്കുന്നത്. ഇത് നിർബന്ധമായും ദൈവാലയത്തിന്റെ ചെലവിൽ ആര് യാഗത്തിന് വന്നില്ലെങ്കിലും നിർബന്ധമായിട്ട് നടക്കേണ്ട 2 യാഗങ്ങളാണ്, അഥവാ മിനിമം നടക്കേണ്ട യാഗങ്ങളാണ്. അതിൽ തന്നെ 2 ആടിനെ, ഒന്നിനെ രാവിലെയും മറ്റൊന്നിനെ വൈകുന്നേരവും അറുക്കും. ഈ യാഗ മൃഗത്തെ അറുക്കുന്നതിനോടൊപ്പം 1/4 ഹീൻ മദ്യം ഈ യാഗപീഠത്തിന്റെ മുമ്പിൽ ഒഴിക്കണം. നിങ്ങൾ ആ യാഗപീഠത്തെ പറ്റി ഒന്ന് ചിന്തിക്കുക. ഒരു നിഷ്കളങ്ക മൃഗത്തെ വധിക്കുകയാണ് അവിടെ. അതിന്റെ നിലവിളിയും ആ ചീറ്റിത്തെറിക്കുന്ന രക്തവും, അതുപോലെ യാഗത്തിന്റെ മറ്റ് നിഷ്കർഷ, ആ മൂത്രപിണ്ഡം പിളർന്ന് വെക്കണം. ആ യാഗപീഠത്തിന്റെ മുമ്പിലത്തെ ആ കാഴ്ച, അവിടുത്തെ ഗന്ധം നിങ്ങൾ മനസ്സിൽ ഒന്ന് സങ്കല്പിക്കുക. പഴകിയ രക്തത്തിന്റെയും പുതുതായിട്ട് തെറിക്കുന്ന രക്തത്തിന്റെയും സമ്മിശ്രമായ ഗന്ധം, മൂത്രപിണ്ഡങ്ങൾ പിളർന്നു വെക്കുന്ന, മലമൂത്ര വിസർജനം ചെയ്യുന്നതിന്റെ ഗന്ധം അതിനപ്പുറത്ത്, ഈ മാംസം ദഹിപ്പിക്കുന്നതിന്റെ, മാംസം കരിയുന്നതിന്റെ, മേധസ് ഉരുകുന്നതിന്റെ മണം അതിനോടൊന്നിച്ച്, ഈ ഒഴിക്കുന്ന മദ്യത്തിന്റെ മണം, ഈ മണത്തെയെല്ലാം അതിജീവിച്ച് പുരോഹിതർക്ക് അവിടെ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന് വലിയ അളവിലുള്ള കുന്തിരിക്കം അവിടെ പുകയ്ക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ കുന്തിരിക്കത്തിന്റെ പുകയും ആ പുകയുടെ പശ്ചാത്തലത്തിൽ വധിക്കപ്പെടുന്ന ഈ മൃഗങ്ങളുടെ നിലവിളിയും അവരുടെ ചീറ്റിത്തെറിക്കുന്ന രക്തവും, ഈ രക്തത്തിന്റെയും മദ്യത്തിന്റെയും മൂത്രത്തിന്റെയും ഒക്കെ സമ്മിശ്രമായ രൂക്ഷമായ ദുർഗന്ധവും എല്ലാം ചേർന്ന ഒരു അന്തരീക്ഷമാണ് ഈ യഹോവയുടെ സന്നിധി അഥവാ യഹോവയുടെ ആരാധന എന്ന് പറയുന്നത്. ഇത്ര ഭീകരവും ഇത്ര ബീഭത്സവും ആയിട്ടുള്ള ഒരു ആരാധന സ്വീകരിക്കുന്ന ഒരു മൂർത്തിയാണ് യഹോവ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിൽ, പഴയ നിയമത്തിന്റെ പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായി വായിക്കാവുന്നതാണ്. ഇവിടെയാണ് മൽക്കീസദേക്ക് ആരാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും പറയും, അത് പണ്ട് അങ്ങനെയായിരുന്നു, എന്നാൽ പിന്നീട് പുതിയ നിയമം വന്നപ്പോൾ അതിന് മാറ്റം വന്നു എന്ന്. പണ്ട് അങ്ങനെ ആയിരുന്നതിനെ പുതിയ നിയമം വന്നപ്പോൾ പരിഷ്കരിക്കുകയും അല്ലെങ്കിൽ കുറെ കൂടെ ജനാധിപത്യവൽക്കരിക്കുകയും ചെയ്തു എന്നാണ് ചിന്തിക്കുന്ന പലരും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ മോശയുടെ ആരാധനാക്രമം അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ ന്യായപ്രമാണത്തോടനുബന്ധിച്ചുള്ള യാഗകർമ്മങ്ങൾ നിലവിൽ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്രഹാം പിതാവിന്റെ കാലത്ത് അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനും ശാലേം രാജാവുമായ മൽക്കീസദേക്ക് അബ്രഹാമിനെ എതിരേറ്റു വരുന്നൊരു രംഗം ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യുദ്ധം ജയിച്ചു വരുന്ന അബ്രഹാമിനെ മൽക്കീസദേക്ക് എതിരേറ്റു വരുമ്പോൾ മൽക്കീസദേക്ക് അബ്രഹാമിനെ അപ്പവും വീഞ്ഞുമായി എതിരേറ്റു വന്നു. അതായത് മൽക്കീസദേക്ക് ഒരു കോലാട്ടുകൊറ്റന്റെ രക്തവുമായിട്ടോ പശുഭസ്മവുമായിട്ടോ അല്ലെങ്കിൽ ഒരു മൃഗത്തെ കൊന്നതിന്റെ മാംസവുമായിട്ടോ ഒന്നും അല്ല അബ്രഹാമിനെ എതിരേറ്റു വന്നത്. അബ്രഹാമിനെ എതിരേറ്റു വരുന്ന അപ്പവും വീഞ്ഞുമായിട്ടാണ്. മൽക്കീസദേക്കിന്റെ കയ്യിൽ നിന്ന് അബ്രഹാം അപ്പവും വീഞ്ഞും സ്വീകരിച്ചു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ മഹാപൗരോഹിത്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന വിശ്വാസികളുടെ മുഴുവൻ പിതാവെന്ന സ്ഥാനം അബ്രഹാമിന് കൊടുത്തിരിക്കുന്നതിന്റെ കാരണം തന്നെ ഈ ഭൂമിയിൽ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചത് അബ്രഹാം പിതാവാണ്.
കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച വിശുദ്ധ കുർബാന നാം ഓരോരുത്തരും സ്വീകരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഏതൊരാളുടെ മാതൃകയിൽ അല്ലെങ്കിൽ ഏതൊരാളുടെ ക്രമപ്രകാരം പുരോഹിതനായോ ആ മൽക്കീസദേക്കിൽ നിന്ന് നേരിട്ട് അപ്പവീഞ്ഞുകളെ കൈക്കൊണ്ട ആളാണ് അബ്രഹാം പിതാവ്. അപ്പൊ അബ്രഹാം പിതാവിന്റെ കാലത്ത് തീർത്തും തികച്ചും രക്തരഹിതമായ അപ്പവീഞ്ഞുകളുടെ അർപ്പണം അഥവാ വിശുദ്ധ കുർബാനയുടെ പൂർവ്വരൂപമാണ് ആരാധനയായിട്ടുണ്ടായിരുന്നത്. ഈ സത്യ ആരാധന, ഈ വിശുദ്ധ ആരാധന രക്തമലിനമായി തീർന്നു എന്നുള്ളതാണ് ദുര്യോഗം. അപ്പോ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഉണ്ടായിരുന്ന അപ്പവീഞ്ഞുകളുടെ ആരാധന നിലയ്ക്കുകയും ആ പാരമ്പര്യത്തിനു പകരമായി ആടുകളെയും കാളകളെയും കൊല്ലുകയും മദ്യം ചേർത്ത് അവയെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യാഗം നിലവിൽ വന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലേക്ക് ചിന്തിക്കുക, വളരെ വിശുദ്ധമായ, വളരെ ആസ്വാദ്യമായ, നിർദോഷമായ അപ്പവീഞ്ഞുകളുടെ ആരാധനയായിരുന്നു പൂർവ്വകാലത്തുണ്ടായിരുന്നേ. അതിനെ മാറ്റിയിട്ട് അവിടെ കാളകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും രക്തമൊഴിക്കുകയും വലിയ തീയും പുകയും മദ്യവുമെല്ലാമായിട്ടുള്ള ഭീകരവും ബീഭത്സവുമായ ഒരാരാധന വന്നു. ആ ആരാധനകളെയും ആ ബലികളെയും അവസാനിപ്പിച്ചിട്ട് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള അപ്പവീഞ്ഞുകളുടെ ആരാധനയെ പുനഃസ്ഥാപിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. ഇതാണ് മൽക്കീസദേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് നമ്മുടെ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. അത്യുന്നത ദൈവത്തിനാണ് നമ്മൾ ആരാധന അർപ്പിക്കുന്നത്. യഹോവ എന്ന ദുർമൂർത്തിക്ക് രക്തപ്രിയനും മദ്യപ്രിയനും കലഹപ്രിയനും ആയിട്ടുള്ള യഹോവയുടെ വാള് രക്തം പുരണ്ടും കൊഴുപ്പ് പുതഞ്ഞും ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രതികാരദാഹിയായ, കൊലപാതകയായ, മത്സരിയായ, വിഭാഗീയത വിതയ്ക്കുന്ന ഒരു ദുർമൂർത്തിയായ യഹോവയല്ല നാം ആരാധിക്കുന്നത്. ആ യഹോവയുടെ ആരാധനയല്ല കർത്താവായ യേശുക്രിസ്തു കൊണ്ടുവന്നത്. മറിച്ച് അബ്രഹാം പിതാവിന്റെ കാലത്തുണ്ടായിരുന്ന മൽക്കീസദേക്കിന്റെ ആരാധനയാണ്. അത് അപ്പവീഞ്ഞുകളുടെ ആരാധനയാണ്. ഇതാണ് മൽക്കീസദേക്കും കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. താങ്ക് യു ഫോർ ലിസണിങ്. മേ ഗോഡ് ബ്ലെസ് യു. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.